ഒരു ദീർഘകാലത്തെ ഇളവാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അല്ല ഒരു താൽക്കാലികം മാത്രമാണെന്ന് പറയുന്നവരുമുണ്ട്. എന്താണ് ഉസ്താദ് അവിടുത്തെ ആ ഇന്ററാക്ഷൻസിൽ, അവിടുത്തെ ഇടപെടലുകൾ സംഭവിച്ചത് എന്നൊന്ന് വിശദീകരിക്കാൻ നന്നായിരുന്നു. യമനിലുള്ള പണ്ഡിതന്മാരും ഞാനുമായി വളരെയധികം ബന്ധമുണ്ട്. ആ പണ്ഡിതന്മാർ പറഞ്ഞാൽ ഈ കക്ഷികൾ കേൾക്കുമെന്ന ധാരണയും ഉണ്ട്. മാത്രമല്ല, ഇസ്ലാം മതത്തിൽ ഇങ്ങനെ പ്രായശ്ചിത്തം നൽകി മാപ്പ് കൊടുക്കുക എന്നൊരു നിയമം ഉണ്ട് എന്ന് പലർക്കും അറിയുകയില്ല. അതറിയാനും കാരണമായി മാപ്പ് കൊടുക്കൽ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, യാതൊന്നും വാങ്ങാതെ മാപ്പ് കൊടുക്കുന്ന സ്വഭാവമുണ്ട്. വാങ്ങിക്കൊണ്ട് അതിന് ദിയത്ത് എന്നാണ് അറബി ഭാഷയിൽ പറയുന്നത്. ആ ദിയത്ത് കൊടുത്തിട്ട് മാപ്പ് ചെയ്യണം ഉണ്ട്. മാപ്പ് ചെയ്യാതിരിക്കുന്നവർക്ക് അത് പറയേണ്ടതില്ലല്ലോ. അപ്പം അങ്ങനെ ഇവർ ദിയത്ത് കൊടുത്തുകൊണ്ട് മാപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കാനായി യമൻ പണ്ഡിതന്മാരോട് ഞാൻ ആവശ്യപ്പെടുകയും അവർ ചോദിച്ച് ആ ജഡ്ജി അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവരുമായി സംഭാഷണം നടത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മുടെ മാനവികത തെളിയിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്കിതിൽ പ്രത്യേകമായ ഒരു ഉദ്ദേശമെന്ന് അവരിങ്ങോട്ട് ചോദിച്ചപ്പോൾ, മാനവികത എപ്പോഴും പ്രസംഗിക്കുന്നവരാണ് ഞങ്ങൾ. അത് പ്രത്യക്ഷത്തിൽ പ്രകടമാക്കി കാണിച്ചു കൊടുക്കുന്നത് എല്ലാ ആളുകൾക്കും നന്നായിരിക്കുമെന്ന മറുപടി കേട്ടപ്പോഴാണ് അവർ ഇതിന് തയ്യാറായത്. അവരുമെല്ലാം ഇസ്ലാം മതം തന്നെയാണല്ലോ അവിടെയും ഇവിടെയുമെല്ലാം. ഞങ്ങൾ ഇസ്ലാം മതം മാത്രമാണ് അള്ളാഹുവിൻ്റെ മതമെന്ന് പറയുന്നതോടൊപ്പം മറ്റുള്ള മതക്കാരെ ഹനിക്കുകയോ അവരെ എതിർക്കുകയോ പരസ്യമായോ രഹസ്യമായോ എതിർക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യാത്തവരാണ്. അതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട മതമെന്ന് പറയുന്നതോടൊപ്പം മറ്റ് ഏത് മതക്കാരും ഏത് ആശയക്കാരും ഉണ്ടെങ്കിൽ അവരെ പരിഹസിക്കാനോ തരം താഴ്ത്താനോ പാടില്ലെന്നും ചീത്ത പറയാൻ പാടില്ലെന്നും വ്യക്തമായി തന്നെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ ഭൗതിക ലോകത്ത് ജീവിതം സുഗമമാവുകയുള്ളൂ. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഇവിടെ മനുഷ്യത്വം മാത്രം പരിഗണിച്ചുകൊണ്ട് ഇത് പറഞ്ഞിട്ടുള്ളത്. അത് ക്രിസ്ത്യനോ അല്ലെങ്കിൽ ഹിന്ദുവോ മുസ്ലിമോ എന്ന നോട്ടമൊന്നും ഇല്ലാതെ ഞാൻ പറയാൻ കാരണം മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്നു എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. മതസൗഹാർദ്ദം എന്നിങ്ങനെ വായകൊണ്ട് പറഞ്ഞു നടക്കുന്ന ശബ്ദം മാത്രം പോരാ, എല്ലാ മതങ്ങളുടെയും ഇടയിൽ സൗഹൃദം കാണിക്കണം എന്ന നിലക്ക് ഒരു മനുഷ്യത്വം എന്ന